നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ട ബ്രാവോ അനന്തകൃഷ്ണനെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് ജയിലിലാക്കി. ചെമ്മാപ്പള്ളിയിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും തകർത്തു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. വാർത്തകളിലേക്ക് വിശദമായി. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ MB നികേഷ് കുമാറിന് നൽകി. NH അൻവർ അനുസ്മരണവും സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന മാധ്യമ പുരസ്കാരങ്ങളാണ് കൊച്ചിയിൽ വിതരണം ചെയ്തത്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കൊണ്ട് നേരിടുന്നതാണ് മാധ്യമ പ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. നമ്മളൊരു പക്ഷേ ഒരു കാലത്ത് കോമാളിത്തരം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും മാധ്യമ പ്രവർത്തനം അതാവാൻ ന്യായമൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ പുതിയ കണ്ടന്റ് കൊണ്ട് എങ്ങനെ നേരിടണം എന്ന് കണ്ടെത്തുന്നിടത്താണ് മാധ്യമം ഈ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാവാതെ മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ VS അനിൽകുമാർ NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇടപഴകാൻ കഴിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. പുറത്തു പോ എന്ന് പറയാൻ വേറൊരു കഴിവാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈ കഴിവ് അൻവർ നിരന്തരമായി നിലനിർത്തുകയും കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. മലയാളത്തിലെ തത്സമയ വാർത്താ മാധ്യമ രംഗത്ത് വിപ്ലവകരമായ കുതിപ്പുകൾ സാധ്യമാക്കിയ MB നികേഷ് കുമാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം നൽകി. ഏറ്റവും പ്രാദേശികമായ ഒരു സംരംഭമാണ് COA എന്ന മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിട്ടുള്ളത്. NH അൻവറിനെ പോലുള്ള മഹാവിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയിട്ടുള്ള NH അൻവറിനോടൊപ്പം വേദിയിലും സദസ്സിലുള്ള നിരവധിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവരുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇനി കിതച്ച് നിൽക്കാനൊന്നുമില്ല. ഇനി സ്പ്രിൻ്റ് ഓടുന്നത് പോലെ ഓടിയാൽ ഈ രാജ്യത്തെ ഏത് കുത്തകയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയോടുകൂടി നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമായി നിലകൊള്ളാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു അഭിനന്ദന വാചകമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സാറ്റലൈറ്റ് ചാനലുകളുടെ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി മികച്ച റിപ്പോർട്ടിന് 24 ന്യൂസ് ചാനലിലെ മുഹമ്മദ് റാഹീസ് അർഹനായി. റാഹീസിന്റെ അസാന്നിധ്യത്തിൽ 24 ന്യൂസ് പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ സുധാ സുരേന്ദ്രൻ അർഹയായി. പ്രണയം തകർത്ത ജീവിതം എന്ന സ്റ്റോറിക്കാണ് പുരസ്കാരം. കേബിൾ വിഭാഗത്തിലെ മികച്ച ക്യാമറ പേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൃശ്യ TVയിലെ നെൽസൺ മാന്തുരുത്തിയാണ്. വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കരനാരായണൻ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രസ്റ്റ് സെക്രട്ടറി വിജയകൃഷ്ണൻ K റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD K ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ എന്നിവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ കിഴപ്പുള്ളിക്കര ഏങ്ങാണ്ടി വീട്ടിൽ ബ്രാവോ എന്ന അനന്തകൃഷ്ണനെ തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇയാൾ അന്തിക്കാട് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി
വധശ്രമം, വീട് കയറി ആക്രമണം, അടിപിടി, മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങി 14 ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേഴ്സൺ BM, SI അഫ്സൽ M, GSCPO ക്രിജേഷ് CB എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തീരദേശ മണ്ണിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത് യുവ കൂട്ടായ്മ. മതിലകം പുതിയകാവിലാണ് മണ്ണിലിറങ്ങിയ മൂവർ സംഘം തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി കൊയ്തത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മതിലകം സ്വദേശികളായ മുഹമ്മദ് നബ്ജാൻ, മാസിൻ P സുനിൽ, തമീസ് സഹൽ എന്നിവരാണ് ആദ്യമായി നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. 2 മാസം മുമ്പാണ് ഇവർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നബ്ജാന്റെ വീടിനോട് ചേർന്ന് ബന്ധുവിന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കിയാണ് കൃഷി ആരംഭിച്ചത്. 2000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. വളമായി ഗോമൂത്രവും ജൈവ സ്ലറിയുമാണ് നൽകിയത്. ഞങ്ങളൊരു 3 പേരും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേര ചർച്ചയിൽ നമ്മൾ സുഹൃത്ത് സമീസാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയൊരു സംരംഭം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തമീസ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു മാർച്ച് 6-ാം തീയതി തുടങ്ങിയാണ്. അത് മാർച്ച് 6-ാം തീയതിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് തൈ വെക്കാൻ പറ്റിയത്. അതിനുശേഷം ഒരു 60 ദിവസത്തെ വിളവെടുപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു വളം ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിന് നമ്മൾ ആകെ ഇതിന് ചെയ്തിരിക്കുന്ന വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുമ്പ് ചെയ്തപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന പറമ്പായിരുന്നു. അപ്പോൾ ആ കാടിലുള്ള ചപ്പ് ചവറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ വെട്ടി ഒതുക്കിയൊരു രേഖയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിക്കൂട്ടുക ചെയ്തത്. അതിനുശേഷം നമ്മൾ പച്ചച്ചാണം കൊണ്ടിട്ടു. അതിൻ്റെ മുകളിൽ റോക്ക് ഫോസ്ഫേറ്റ് സംഭവം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുമ്മായം അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചച്ചാണം കലക്കി ഒഴിക്കുക, അങ്ങനത്തെ പരിപാടി ജൈവിക രീതിയിലാണ് നമ്മൾ കൂടുതലും ഇവിടെ ചെയ്തിട്ടുള്ളത്. മതിലകം കൃഷിഭവന്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി. 60 ദിവസം പിന്നിട്ടപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചത്. കിരൺ, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് എന്നീ 3 വെറൈറ്റി തണ്ണിമത്തനാണ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നത്. കൃഷി തുടരാനാണ് മൂവരുടെയും തീരുമാനം. രാവിലെ നടന്ന ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്തിലെ ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് ഇവർ 3 പേരും. ഇവർ പല ബിസിനസ്സുകളുമായി നടക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു എന്താ പറയുക, ഒരു ആവേശത്തിൽ തുടങ്ങിയ ഒരു കൃഷി നമുക്ക് നമ്മളുടെ പഞ്ചായത്തിലെ യുവ കർഷകരുടെ നിരയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷി വകുപ്പ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരുടെ പ്രവർത്തനം വിജയിക്കട്ടെ എന്നും മാത്രമല്ല സമയബന്ധിതമായി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് കൃഷി വിളവെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP പ്രസീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, ജോസ് മഞ്ഞളി, കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NB നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ 37-ാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച വിശ്വഭാരതിക്ക് പെൺമ വാടനപ്പള്ളി 12-ാം വാർഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും സ്നേഹോപഹാരവും നൽകി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യ നിഖിൽ അധ്യക്ഷത വഹിച്ചു. പെൺമ കൂട്ടായ്മയിലെ ഭാരവാഹികളായ സുലൈഖ ഷംസുദ്ദീൻ, ലിഷ ശ്രീനിവാസൻ, ആബിദ ഖാദർ, റുക്കിയ മാമദ്, മുംതാസ് ഹമീർ, ഷൈന ജോബി, ഷക്കീല ബഷീർ, റസിയ ഹംസ, സജന സമീർ, പ്രേമു കൊച്ചുമോൻ, ശാന്ത, ഗിരിജ സുരേന്ദ്രൻ, ആതിര വിശാൽ, സതി സുഗു എന്നിവർ നേതൃത്വം നൽകി. വിശ്വഭാരതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ആൾ വിവാഹിതയായത് തന്നെ. പക്ഷേ ആരെയും വെറുപ്പിക്കാതെ ഒരു കറപ്ഷൻ ഇല്ലാതെ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ തൻ്റെ മടിത്തട്ടിലേക്ക് എടുത്തിട്ടാണ് ഇത്രയും കാലം വിശ്വഭാരതി പ്രവർത്തിച്ചു പോകുന്നത്. ആ മക്കളുടെ സഹായമാണ് ഞങ്ങൾ ഇന്ന് നൽകിയിട്ടുള്ളത്. ആ അമ്മമാരാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. ആ അമ്മമാരുടെ കൂട്ടായ്മയായ പെൺമ കൂട്ടായ്മ, അതിലും രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നുമില്ലാത്ത ആ കൂട്ടായ്മയാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഒരു ചെറിയ സംഖ്യ സ്വരൂപിച്ച് അവരുടെ മക്കളിൽ നിന്ന് മേടിച്ച് കൊടുക്കാനും ഇത്തരത്തിലുള്ള ആദരവ് നൽകാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചതിൽ അഭിമാനമുണ്ട്. എന്തായാലും വിശ്വഭാരതിയുടെ ഭർത്താവ് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. വിശ്വഭാരതിയും പേഷ്യൻ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതാക്കി നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കുക അല്ലേ. വിശ്വഭാരതിക്ക് ഇനിയും ഞങ്ങൾ എപ്പോഴും അവസാനം വരെയും കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു.
എക്സ് സ്ഥാപക ദിനാചരണം നടത്തി. വാടനപ്പള്ളി ബ്രാഞ്ച് രക്ഷാധികാരി VB അഹമ്മദ് പതാക ഉയർത്തി. സെക്രട്ടറി മണികണ്ഠൻ മാത്തുക്കാട്ടിൽ, പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ, ട്രഷറർ ജോസ്, ഫ്രാൻസിസ് നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. മറ്റ് ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പർമാരും വളണ്ടിയേഴ്സും പരിപാടിയിൽ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG Gold and Diamonds വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകൾ നോക്കാം. വർഷകാലത്ത് പാടശേഖരങ്ങളിൽ നിന്ന് കാലങ്ങളായി തള്ളിവിടുന്ന കുളവാഴകൾ വന്നടിഞ്ഞ മണലൂർ പാലാഴി പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന കനോലി കനാലിന്റെ പ്രദേശങ്ങൾ കരഭൂമിക്ക് സമാനം നികന്നതായി പരാതി. ഇതുമൂലം വേലിയേറ്റ സമയങ്ങളിൽ പുഴയിൽ നിന്ന് റോഡുകളിലേക്കും പലപ്പോഴും വീടുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നുണ്ട്. ഈ പ്രദേശത്തെ കുളങ്ങളും തോടുകളും കിണറുകളും ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. വർഷകാലത്ത് ലക്കും ലഗാനുമില്ലാതെ വിവിധ കോൾ പാടശേഖരങ്ങളിൽ നിന്ന് ഉൾച്ചാലുകളിലേക്ക് തള്ളിവിടുന്ന ചണ്ടിയും കുളവാഴയും മെയിൻ ചാലുകളിലൂടെ ഫേസ് കനാലിൽ എത്തി ഏനാമാക്കൽ റെഗുലേറ്റർ വഴിയാണ് ഏനാമാക്കൽ പുഴയിലൂടെ കനോലി കനാലിൽ എത്തുന്നത്. പുഴയുടെ പല ഭാഗങ്ങളിലായി വന്നടിയുന്ന കുളവാഴയും മറ്റും ഉപ്പുവെള്ളത്തിൽ ലയിച്ച് മണ്ണടിയുന്ന പ്രക്രിയ മൂലമാണ് പുഴ കരഭൂമി പോലെ നികന്നു വരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഈ പുഴയുടെ ഈ പ്രദേശം ഇപ്പോൾ കരഭൂമിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത് വർഷക്കാലങ്ങളാകുമ്പോൾ ഈ പാടശേഖരങ്ങളിൽ നിന്നുള്ള കുളവാഴകൾ തള്ളിവിട്ട് ഇവിടെ ഏറ്റത്തിന് വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ്. ഇത് പിന്നെ ഇറക്കത്തിന് പോകാനായിട്ടൊരു സംവിധാനം ഇല്ല ഇവിടെ. അതുകൊണ്ട് ഈ കുളവാഴ ഇവിടെ വന്ന് തടഞ്ഞു നിന്നുകൊണ്ട് ഇത് ഉപ്പുവെള്ളം വരുമ്പോൾ ഈ കുളവാഴൊക്കെ ഇവിടെ ചീഞ്ഞ് ഇവിടെ മണ്ണായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ പുഴയുടെ ഈ ഭാഗം കരഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേറ്റുവയിൽ അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി കമ്പികൾ. ചേറ്റുവ കടവ് സലഫി മസ്ജിദിന് സമീപം ദേശീയപാത 66 സർവീസ് റോഡിന് സമീപമുള്ള മരത്തിന് ഇടയിലൂടെയുള്ള വൈദ്യുതി കമ്പിയാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. മഴ പെയ്യുമ്പോൾ മരത്തിൽ വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യത ഏറെയാണ്. സമീപത്തുകൂടെ കടന്നുപോകുന്ന കാൽനട യാത്രക്കാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ഭീഷണിയാണിത്. മരത്തിന് താഴെ ചായക്കട ഉള്ളതിനാൽ എപ്പോഴും സമീപ പ്രദേശത്ത് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്.
അതുകൊണ്ട് തന്നെ KSEB ഉദ്യോഗസ്ഥർ അടിയന്തരമായി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. സർവീസ് റോഡിന് സമീപമുള്ള ഈ മരം വൈദ്യുതി കമ്പികൾ അതിന് ഇടയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. മഴ പെയ്യുന്ന സമയത്ത് ഈ ചായക്കടയിൽ വരുന്ന ആളുകളും മറ്റു പ്രദേശവാസികളും കുട്ടികളും ഉൾപ്പെടെ ഈ മരത്തിൽ സ്പർശിക്കാനും ഈ മരത്തിൽ വൈദ്യുതി പ്രവഹിക്കാനും സാധ്യതയേറെയാണ്. ആയതിനാൽ KSEB അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുകയും പ്രദേശവാസികളെയും നാട്ടുകാരെയും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർക്ക് ഞങ്ങൾക്കും പറയാനുള്ളത്. നാട്ടിക മത്സ്യഭവനിലെ ദൈനംദിന കാര്യങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായി മണപ്പുറം ഫിനാൻസിന്റെ സഹകരണത്തോടെ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ നൽകി. കയ്പമംഗലം, എടത്തിരുത്തി, വലപ്പാട്, നാട്ടിക, തളിക്കുളം എന്നീ 5 പഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളികളും മത്സ്യകർഷകർക്കും ഏക ആശ്രയമാണ് ഈ മത്സ്യഭവൻ ഓഫീസ്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, മത്സ്യകൃഷിയായി ബന്ധപ്പെട്ട പദ്ധതികളുടെ നിർവഹണം, മത്സ്യകൃഷിക്കായുള്ള രജിസ്ട്രേഷൻ, ലൈസൻസ് നൽകൽ, കൂടാതെ മത്സ്യബന്ധന യാനങ്ങളുടെ രജിസ്ട്രേഷൻ, ലൈസൻസ് എന്നിവ ഈ ഓഫീസ് മുഖാന്തിരമാണ് നൽകുന്നത്. 1500ഓളം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മത്സ്യത്തൊഴിലാളികളും ഈ ഓഫീസിനെ ആശ്രയിക്കുന്നുണ്ട്. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മത്സ്യഭവനത്തിന് ഇങ്ങനൊരു കമ്പ്യൂട്ടർ കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു റിക്വസ്റ്റ് വന്നപ്പോൾ അത് നന്ദകുമാർ സാറ് വളരെ അനുഭവപൂർവ്വം അത് പാസ്സാക്കി തരുകയായിരുന്നു. കാരണം ഈ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ രേഖകൾ സൂക്ഷിക്കാനും അവർക്ക് വേണ്ട സേവനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കാനും ഇങ്ങനൊരു കമ്പ്യൂട്ടർ ഉപകരിക്കുമെന്ന് ഫിഷറീസ് ഓഫീസർ അറിയിച്ചപ്പോൾ ആ ഒരു ജെന്യുവിനായിട്ട് റിക്വസ്റ്റ് വളരെ അനുഭവപൂർവ്വം തന്നെ നന്ദകുമാർ സാർ അനുവദിച്ചു തന്നു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് അധ്യക്ഷനായ ചടങ്ങിൽ സോഷ്യൽ വർക്കർമാരായ അഖില PI, ഗ്രേസ് തോമസ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണപ്രസാദ്, സാഗർ മിത്ര, നീതു മോഹൻ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ചെമ്മാപ്പള്ളി പെടയനാട് വീടിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ചു. എലുവത്തിങ്കൽ മേജോ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഇവിടെയുണ്ടായിരുന്ന ബൈക്കും നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിലും ഈ വീടിനരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചിരുന്നു. ഈ കേസിൽ ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. നഷ്ടപരിഹാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. തുടർന്നാണ് ഉപജീവനത്തിനായി അരണാട്ടുകരയിലെ ഒരാളിൽ നിന്ന് ദിവസ വാടകയ്ക്ക് ഓട്ടോ എടുത്ത് ഓടിച്ചത്. ഇതാണ് വ്യാഴാഴ്ച രാത്രി തകർത്തത്. സംഭവത്തിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്ന് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വീടിന് നേരെ ആക്രമണം സംഭവിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു രാത്രി ഇതുപോലെ തന്നെ ഇവിടെ കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ കത്തിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഓട്ടോറിക്ഷ തല്ലിപ്പൊളിക്കുകയും ബൈക്ക് തല്ലിപ്പൊളിക്കുകയും കത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഒരു പ്രതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, പല പ്രതികൾ ഇതിൻ്റെ അകത്ത് പങ്കാളിത്തമുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഈ വീടിനെ ആക്രമിക്കുന്നത്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതിൽ പ്രത്യേകമായി താല്പര്യമെടുത്തുകൊണ്ട് ഉപദ്രവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ പൂച്ചെട്ടിപ്പാടം സ്വദേശി ആയ ഒരു ചെറുപ്പക്കാരൻ നിരന്തരം ഈ വീടിനോട് ചേർന്ന് താമസിക്കുന്ന ഇവരുടെ ബന്ധുവായ ഒരു മകളെ നിരന്തരം ശല്യം ചെയ്യുകയും ആ ശല്യം സഹിക്കാൻ പറ്റാതെ അവർ മൈസൂരിലേക്ക് താമസം മാറുകയും ചെയ്ത് ഈ അടുത്ത കാലത്താണ്. അതിൻ്റെ വൈരാഗ്യമാണ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീടായ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ ഈ നിരന്തരം ഉപദ്രവം സംഭവിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. DYSPയോട്, ഇരിഞ്ഞാലക്കുട DYSPയോടും അന്തിക്കാട് CIയോടും വളരെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഉടനടി നടപടിയെടുക്കണം. ഇത്തരം അക്രമകാരികളും സാമൂഹ്യവിരുദ്ധന്മാരെയും നാട്ടിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ഇത്തരം ആളുകളെ കാപ്പ ചുമത്തി ജയിലിലേക്ക് അയക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് പോലീസ് ചെയ്തില്ലെങ്കിൽ മറ്റു നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇങ്ങനെ കുടുംബത്തെ വേട്ടയാടുകയും ഈ വീടിനകത്ത് പഠിക്കാൻ പോകുന്ന കോളേജിൽ പോകുന്നൊരു കുട്ടിയും കൂടിയുണ്ട്. ആ കുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേൾക്കാനും പറ്റുന്നത്. അത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയായി ഞങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ ആൻഡോൻ്റെ നേതൃത്വത്തിൽ നല്ല മറുപടി ആയി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ,
രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, ഉഷ മേനത്തുപറമ്പിൽ, നിസാർ കുമ്മങ്കണ്ടത്ത്, റിജു കണക്കന്തറ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി, അന്തിക്കാട് CI എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. AKCA മണപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്യാസ് വില വർധനവിനെതിരെ തൃപ്പയാർ സെന്ററിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. AKCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MG ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. ഒരു യുദ്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗ്യാസിന്റെ വില വർധനവ് കുറച്ചൊന്നല്ല 100% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മുൻകൂട്ടി ഓർഡറുകൾ എടുത്തത് ഒരു നിലയ്ക്ക് നമുക്ക് സാധാരണക്കാർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും നമുക്ക് ഉടനീളം നോക്കിയാലറിയാം, ഒരുവിധം ചായക്കടകൾ മുഴുവൻ അടച്ചു കഴിഞ്ഞു. കാറ്ററിംഗുകാർ പലരും വളരെ ധർമ്മസങ്കടത്തിലാണ്. ഓർഡറുകൾ എടുത്ത് കൊടുക്കാൻ പറ്റാണ്ട് 1600 റുപ്യ ഉണ്ടായിരുന്ന ഗ്യാസിന് 3300 റുപ്യക്ക് കൊടുത്തുകൊണ്ട് എത്ര നാളിത് പിടിച്ച് നിൽക്കാൻ പറ്റും? ഇത് കുറച്ച് നാളുകൊണ്ടൊക്കെ ഒന്ന് മാറുമെന്ന് വിചാരിക്കും തോറും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികാരികൾ അറിയിക്കാനാണ് ഈ സമരം ചെയ്യുന്നത്. കാരണം ഈ ഗ്യാസിൻ്റെ വില വർധനവ് തീർച്ചയായും പൊതുജനങ്ങളിലേക്കാണ് എത്തിച്ചേരുക. ഞങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ നഷ്ടം സഹിച്ച് പാചകം ചെയ്ത് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. വില കൂട്ടാൻ ഞങ്ങൾ എല്ലാ നിലയ്ക്കും നിർബന്ധിതരാകും. അപ്പോൾ പൊതുജനത്തിന് തന്നെയാണ് ഈ വിലക്കയറ്റം കൊണ്ടുണ്ടാക്കുന്ന ദോഷം. ഇത് പൊതുജനത്തിന് വേണ്ടിയുള്ള സമരം കൂടിയാണ്. ജില്ലാ ട്രഷറർ അസീസ് ഡിനീസ്, മേഖലാ പ്രസിഡന്റ് ശശി ആതിഥേയ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിന് സമീപത്ത് സമാപിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഇംതിയാസ്, മേഖലാ സെക്രട്ടറി ഗഫൂർ കാരറ്റ്സ്, നിസാർ എക്സ്പോവ, അർഷാദ് പർപ്പിൾ, ഷെലീൻ മലബാർ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള ധീരതയാണ് എഴുത്തുകാർക്കുണ്ടാകേണ്ടതെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ. തളിക്കുളത്ത് EPI മോഹനൻ മാസ്റ്റർ അനുസ്മരണത്തിൽ സംസ്കാരവും രാഷ്ട്രീയവും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിക്കുന്നുള്ളത് ഒരു സിനിമ പാട്ടാണ്. ആ സിനിമ പാട്ട് ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ വിസ്ഫോടനങ്ങളുണ്ട്. മനുഷ്യനാണോ മതങ്ങളെ സൃഷ്ടിച്ചത്? മതങ്ങളാണോ ദൈവത്തെ സൃഷ്ടിച്ചത്? അത് ദൈവം തിരിച്ച് മതങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു, ദൈവം തിരിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നു?
ഇങ്ങനെയുള്ള ചിന്തകൾ കേവലം ഒരു ചലച്ചിത്ര ഗാനം, ഒരു സിനിമ പാട്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. അതേസമയം ഇത് കൂടാതെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു കവിയാണെങ്കിൽ അയാൾ കവിത എഴുതാനുള്ള കാരണം അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ അസ്വാസ്ഥ്യങ്ങളാണ്. കവിയുടെ അസ്വാസ്ഥ്യവും സംഘർഷങ്ങളുമാണ് കവിതയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കവിതയിൽ രാഷ്ട്രീയവും സംസ്കാരവും ഉണ്ടാകുമെന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. RMPI സംസ്ഥാന പ്രസിഡന്റ് TL സന്തോഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് VM ഭഗവത് സിംഗ്, KS ബിനോജ്, MS ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. അരങ്ങൊഴിഞ്ഞ നാടക പ്രതിഭ കഴിമ്പ്രം വിജയന്റെ 2 പ്രശസ്ത നാടകങ്ങൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നു. അമ്പറ, പൂക്കാലം എന്നീ നാടകങ്ങളാണ് പുസ്തകമാക്കുന്നതെന്ന് കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1995 സെപ്റ്റംബർ 6 പുതുക്കാട് നടന്ന വാഹനാപകടത്തിലാണ് കഴിമ്പ്രം വിജയൻ ഓർമ്മയായത്. 30ഓളം നാടകങ്ങൾ, ഏതാനും ഏകാംഗ നാടകങ്ങൾ എന്നിവ രചിച്ചിരുന്നുവെങ്കിലും ഒന്നുപോലും അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം രചിച്ച നാടകങ്ങൾ പുസ്തകമാക്കി മാറ്റണമെന്ന് 2022 വലപ്പാട് കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മികച്ച 2ാമത്തെ സംസ്ഥാന നാടക അവാർഡ്, അമ്പറ, നിരവധി വേദികളിൽ കളിച്ച പൂക്കാലം എന്നീ നാടകങ്ങൾ ഒരു പുസ്തകമാക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 3 വലപ്പാട് ചന്തപ്പടിയിലെ റൂറൽ ബാങ്ക് ബിൽഡിംഗിലാണ് പുസ്തക പ്രകാശനം നടക്കുക. മുൻ MLA പ്രൊഫസർ KU അരുണൻ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ KR കിഷോർ പരിചയപ്പെടുത്തുന്ന പുസ്തകം എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ പ്രകാശനം ചെയ്യും. എഴുത്തുകാരൻ ബക്കർ മേത്തല പുസ്തകം ഏറ്റുവാങ്ങും. നടൻ ലിഷോയ്, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, മനോമോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സമിതി ഭാരവാഹികളായ VC ദിലീപ്, മനോമോഹനൻ, സുവിൻ വിജയൻ, അബ്ദുൾ മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചന്ദ്രാപ്പിനി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പൊതുയോഗം സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PS അഖിലേഷ് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി MU ഉമറുൽ ഫാറൂഖ്, എക്സിക്യൂട്ടീവ് അംഗം സുനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PS അഖിലേഷിനെ പ്രസിഡന്റായും MU ഉമറുൽ ഫാറൂഖിനെ ജനറൽ സെക്രട്ടറിയായും ബഷീർ പള്ളിപ്പറമ്പിലിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ വാർഷിക പൊതുയോഗം കഴിയുമ്പോൾ 50,000 അംഗങ്ങളിലേക്ക് എത്തും. അപ്പൊ കുടുംബാംഗങ്ങളുടെ എണ്ണം എത്രയാവും? 3 ലക്ഷം കുടുംബാംഗങ്ങൾ, 50,000 മെമ്പർമാരുള്ള അതിശക്തമായ സംഘടനയായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി മാറും. നമ്മൾ മാറും. കാര്യം മനസ്സിലായില്ലേ? ഏകദേശം സംഘടനാ സംവിധാനത്തെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. 234 യൂണിറ്റുകൾ. എല്ലാ യൂണിറ്റിലും ചെല്ലുമ്പോൾ അവരൊന്ന് പ്രശംസിക്കേണ്ടി വരികയാണ്. കാരണം എല്ലാ യൂണിറ്റിലും അതിശക്തമായ പ്രവർത്തനം നടത്തുകയാണ്. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ PA അബൂബക്കർ ഹാജി പതാക ഉയർത്തി. കൺവീനർ PT മുഹമ്മദ് അലി, സെക്രട്ടറി PM മുഹമ്മദ്, സ്വാഗത സംഘം ട്രഷറർ PM ഉസ്മാൻ ഹാജി, മദ്രസ സെക്രട്ടറി TA നൌഷാദ്, അനസ്, അബൂബക്കർ, PM സൈനുദ്ദീൻ, ഷിയാസ്, വനിത എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന മഖാം സിയാറത്തിന് മഹല്ല് ഖത്തീബ് അബൂബക്കർ സൈദി കക്കടിപ്പുറം, ഉസ്മാൻ സഖാഫി കാരക്കാട്, അഹമ്മദ് അബ്ദുറഹ്മാൻ അഹസനി എന്നിവർ നേതൃത്വം നൽകി. രാത്രി 7 മൗലിദ് സദസ്സ് നടന്നു. ശനിയാഴ്ച രാത്രി 7:30 നടക്കുന്ന ആത്മീയ മജ്ലിസിന് മുഹമ്മദ് സജീർ ഫൈസി പെരുമ്പാവൂർ ഉദ്ഘാടനം നിർവഹിക്കും. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മൗലീദ് പാരായണം, രാവിലെ 10:30 മുതൽ 12:30 വരെ ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 7:30 നടക്കുന്ന ഖത്തം ദുആ മജ്ലിസിന് സയ്യിദ് സനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ആന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഖി ഓട്ടപ്പടവ് മുഖ്യപ്രഭാഷണം നടത്തും. ഷൈഖുന അബ്ദു ഉസ്താദ് താനാളൂർ ഖത്തം ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. ബായാർ തങ്ങൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകും. നാട്ടികയിൽ കാറും ടോറസും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ദേശീയപാത 66 നാട്ടിക ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ടോറസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ കാർ ഡ്രൈവർ ഏത്തായി സ്വദേശിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കാർ ഡ്രൈവറെ തളിക്കുളം ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ തളിക്കുളം ആംബുലൻസ് ഡ്രൈവർ അഫ്സൽ
തൃപ്പയാർ ആക്സ് ആംബുലൻസ് ഡ്രൈവർ ഷുബിൻ എന്നിവർ ചേർന്നാണ് ഡോർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ട ബ്രാവോ അനന്തകൃഷ്ണനെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് ജയിലിലാക്കി. ചെമ്മാപ്പള്ളിയിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും തകർത്തു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.